ഉറപ്പിച്ച് തീരം റെസിഡൻസ് അസോസിയേഷൻ. അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ മൈലമൂട് വാർഡിലെ മുറിവാതുക്കൽ, ഗോതമ്പി, വാഴവിള, കുന്നംപള്ളി പ്രദേശങ്ങളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് 8 മാസം മുൻപ് വൈദ്യുതി ബോർഡ് അധികൃതർ മുറിവാതുക്കലിൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. ഞാനിവിടെ മൈലമൂട്, മുറിവാതുക്കൽ, ഗോതമ്പി ആ റൂട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ വളരെ നാളുകൾ കൊണ്ട് ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുകളിലായി നമുക്കിവിടെ വൈദ്യുതി കൺസേൺ ലഭിച്ചുവെങ്കിലും അതിന് വോൾട്ടേജ് ഇല്ലാതെ വളരെ പ്രതികൂലത്തിലാണ്. വൈകുന്നേരം ആകുമ്പോൾ മിനുങ്ങുന്ന രീതിയിലുള്ളതേ ഉള്ളൂ. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷയം വന്നാൽ ഉടനെ ലൈൻ പോകുന്നുണ്ട്. പിന്നെ ലൈൻ പോയാൽ ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കഴിഞ്ഞാണ് ലൈൻ വരുന്നത്. പിന്നെ മണിക്കൂറോളം കാത്തിരിക്കണം. പഠിക്കുന്ന കുട്ടികളുള്ളതാണ്. എന്നാൽ അതിന് ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. എന്നാൽ തീരം അസോസിയേഷന്റെ രീതിയിലും നേരത്തെ ഇവിടുത്തെ നാട്ടുകാരുടെയും അഭിപ്രായ പ്രകാരം അവർ കൊണ്ടുവന്നവർ ഏകദേശം 1 വർഷം ആവും തോന്നുന്നു ലൈനിന്റെ പണി തുടങ്ങിയിട്ട്. അവർ ഇതേപോലെ പരാതി കിട്ടുന്ന സമയത്ത് വരും, എന്തെങ്കിലും ഇതുപൂരം പണി ചെയ്യും, അവർ വച്ചേച്ചങ്ങ് പോകും. ഇപ്പോൾ ഒരു 3 മാസത്തിലധികമായി ഒരു ട്രാൻസ്ഫോമർ കൊണ്ടുവന്ന് അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അവരിതുവരെ വന്ന് തിരിഞ്ഞു നോക്കുകയോ അതിനൊരു നടപടി എടുക്കുകയോ അവർ ചെയ്തിട്ടില്ല. എന്നാൽ അത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് അത് ഞങ്ങൾക്ക് വൈദ്യുതി കറക്റ്റായി ലഭിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അതിനുവേണ്ടി അതിൻ്റെ അധികാരികളും ഭരണാധികളും അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മൈലമൂട് വാർഡിലെ കുന്നംപള്ളി, മുറിവാതുക്കൽ, ഗോതമ്പി എന്നീ ഭാഗങ്ങളിൽ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ട്രാൻസ്ഫോമർ വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന് പ്രകാരം പുതിയ ട്രാൻസ്ഫോമർ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങളോളം ഈ ട്രാൻസ്ഫോമറിൽ കണക്ഷൻ കൊടുക്കുകയോ ഇത് പ്രവർത്തിപ്പിക്കുകയോ ചെയ്തില്ല. ഇതിൻ്റെ ഈ സാഹചര്യത്തിൽ അസോസിയേഷൻ ഒരു പ്രതീകാത്മകമായ റീത്ത് സമർപ്പിക്കുകയും അത് കഴിഞ്ഞ് 3-4 ദിവസത്തിന് ശേഷം ഈ ട്രാൻസ്ഫോമറിലേക്കുള്ള പണി പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ഇത് പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല. ഇത് ഇനിയും ഇങ്ങനെ നീളുകയാണെങ്കിൽ അസോസിയേഷൻ ഇതിൻ്റെ വാർത്താ പരിപാടികളുമായി മുമ്പോട്ട് പോകും. ഞങ്ങളുടെ പരാതികളും എല്ലാം കൊടുത്ത് ഞങ്ങൾ മുമ്പോട്ട് പോകും. അല്ലാതെ ഈ അധികാരികളും ചേർന്ന് ഈ ട്രാൻസ്ഫോമർ എത്രയും പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കി ഈ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുകയും ചെയ്യണമെന്ന് അസോസിയേഷൻ്റെ പ്രസിഡന്റായ സജിത് രാജു, സെക്രട്ടറിയായ പ്രിജു ആവശ്യപ്പെടുന്നു. എങ്കിലും നാളിതുവരെ പ്രവർത്തിപ്പിച്ചിട്ടില്ല. തീരം റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിഷേധങ്ങളെ തുടർന്ന് ട്രാൻസ്ഫോമറിലേക്ക് ലൈനുകൾ വലിച്ചിട്ട് 2 മാസത്തിലേറെയായി. എത്രയും വേഗം ട്രാൻസ്ഫോമറിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകി പ്രവർത്തന സജ്ജമാക്കണമെന്ന് നാട്ടുകാരും തീരം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി പ്രിജു PS-ഉം പ്രസിഡന്റ് സജിത് രാജും ആവശ്യപ്പെട്ടു. TRN ന്യൂസിനു വേണ്ടി ക്യാമറമാൻ വിനോദ് അരുവിക്കരയോടൊപ്പം രശ്മി.